ആരും നോക്കുന്നു. കുറച്ച് വെള്ളമൊക്കെ വെച്ചൂടാ മനുഷ്യ. ഞാൻ ഡ്രൈവ് ചെയ്യുമ്പം ഞാൻ തന്റെ കമ്മലിന്റെ ഭംഗി നോക്കാം. പിന്നെ ഞാൻ എന്റെ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. സാധാരണ ഹേ ഗൈസ്, വെൽക്കം ടു ഡി വ്ലോഗ്സ്. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങൾ ഇന്ന് ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷേ ഇന്ന് ലീവാണ്. ലീവുള്ള ദിവസമല്ലേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. ഇങ്ങോട്ടാ പോകുന്നേ? എങ്ങോട്ടെങ്കിലൊക്കെ പോവാ. ഇന്നലെ രാത്രി എന്നോട് നൈറ്റ് ഡ്രൈവ് പോവാന്നല്ലോ പറ്റിച്ചു. ഇന്ന് പോയാലോ? ഇന്നലെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആദ്യം പോകണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ഞാൻ വരാൻ ലേറ്റ് ആയി. പിന്നെ എനിക്ക് ഭയങ്കര ക്ഷീണം. വെറുതെ പറയുന്നത്. സോറി. അപ്പോൾ ഞങ്ങളിതാ വൈകുന്നേരമാണ് ഇറങ്ങിയിട്ടുള്ളത്. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് പോകുന്ന ഒരു സമയം കാണിച്ചു. അതിൻ്റെ സൂര്യൻ്റെ സൺലൈറ്റ് ഇങ്ങനെ ഫേസിലേക്ക് അടിച്ച് നല്ല രസമുണ്ടാകും. ഓറഞ്ച് അവിടെ കാണുന്നുണ്ട്. ഓൺ വോയിസ് കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. അതെന്താ അവിടെ ഒരു വട്ടം ഒരു ബിൽഡിങ് സൈഡിൽ. പിന്നെ ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ എപ്പോഴും ഒന്നെങ്കിൽ ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ട് ഇടുക, അല്ലെങ്കിൽ ഇവിടെ കെട്ടി വെക്കുക. പിന്നെ ഞാൻ ഒന്ന് മാറ്റി പിടിച്ചു. എങ്ങനെയുണ്ട്? കൊള്ളാമോ? പിന്നെ എൻ്റെ കമ്മലൊന്നും മുടിയിലുള്ളത് കാണാനില്ല. ഞാൻ ചുമ്മാ ഇട്ടുന്നുള്ളൂ. പക്ഷെ എൻ്റെ കമ്മലൊക്കെ നോക്കണം കൊള്ളില്ല. ഞാൻ ഡ്രൈവ് ചെയ്യുമ്പം ഞാൻ തന്റെ കമ്മലിന്റെ ഭംഗി നോക്കാം. സിഗ്നലിൽ എത്തിയിട്ട് കാണിച്ചു. ഓക്കെ. പിന്നെ ജസ്റ്റ് മിസ്. പിന്നെന്താ, ശരിക്കും ഈ ഓൺ വോയിസ് കൊടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ അതാ ഏറ്റവും വലിയ പണി. എന്ത് പറയണം, കുറേ എൻ്റെ കൈവേദന. സിഗ്നൽ എത്തി. എൻ്റെ കമ്മൽ ഞാൻ ആ ലുലുവിൽ പോയപ്പോൾ കുറേ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബിസി കാറിലുള്ള ചങ്ങായി എന്തിനാ നോക്കണ്ടേ? ആരും നോക്കുന്നു. ശശി എന്തിനാ നോക്കുന്നത്? ശശി നോക്കിയപ്പോ അങ്ങോട്ട് നോക്കിയിരുന്നു, ഇങ്ങോട്ട് നോക്കുന്നില്ല. നമ്മള് സിഗ്നലിൽ പെട്ടിരിക്കുകയാണ്. അല്ല, ഇപ്പൊ പോകുന്ന സ്ഥലത്തേക്ക് ഇനിയും കുറെ പോവാനുണ്ടോ? അപ്പൊ എന്തായാലും നമുക്ക് ലക്ഷദ്വീപ് പോലെയാണ് എല്ലാ സ്ഥലങ്ങളും വളരെ അടുത്താണ്. ഇന്ന് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ, രാവിലെ ഒരു 8 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ 12 മണിയാകുമ്പോഴേക്ക് ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തെത്തും. 4 മണിക്കൂർ അത്ര. ചെറിയ സ്ഥലമാണ്. പിന്നെ
എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് പാർക്കിംഗ് കിട്ടി. യെസ്, ഭാഗ്യമുണ്ട്. ഞാൻ പറയാൻ വരുന്നു, ഞാനല്ലേ ഉള്ളത്, പിന്നെ ഭാഗ്യമില്ലാണ്ടിരിക്കോ. അപ്പൊ നമ്മള് ഇതിലേതിലേക്കാ പോകുന്നത്? നമുക്ക് എന്തെങ്കിലും ഇറങ്ങിയിട്ട് ബാക്കി. ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേ എല്ലാരും വണ്ടി എടുക്കാൻ പോകുന്നു. ഇത് ബാബി. അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണുമല്ലോ ഞങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ് കേട്ടോ. അമ്മയ്ക്ക് ഒട്ടും അറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം ബാക്കി. എന്താ കാറ്റുള്ളതുകൊണ്ട് ചൂടറിയുന്നില്ലല്ലേ? ഒട്ടും അറിയുന്നില്ല. അറിയുന്നുണ്ട്, ചൂട് അറിയുന്നുണ്ട്, എന്നാലും വലിയ അൺസഹിക്കബിൾ ഒന്നുമല്ലല്ലോ. ഇതാ നമ്മൾ ഷൈൻ ഗോൾഡൻ ഡയമണ്ട്സിലേക്കാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഷൈൻ ഗോൾഡൻ ഡയമണ്ട്സിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഞങ്ങൾക്ക് ഒരു റിംഗ് ആണ് എടുക്കാനുള്ളത്. ഞാനും അശിയും കൂടെ ഒരുമിച്ച് ആദ്യമായിട്ടാണ് കേട്ടോ ഒരു സർപ്രൈസൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ കുറച്ച് റിങ്സൊക്കെ നോക്കി ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. ഞാനും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല അമ്മ ഏത് ടൈപ്പ് റിംഗ് ആണ് യൂസ് ചെയ്യാറ് എന്നുള്ളത്. അശിക്കും വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ഞങ്ങളങ്ങനെ കുറേ നോക്കി അവസാനം ഒന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അച്ഛനമ്മമാർക്കൊക്കെ എന്തെങ്കിലും ഗിഫ്റ്റ്സൊക്കെ വാങ്ങിക്കൊടുക്കും, പ്രത്യേകിച്ച് സർപ്രൈസ് ആയിട്ടൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ അത് എങ്ങനത്തെ ആയാലും എന്ത് തന്നെയാണെങ്കിലും അവർക്ക് അത് വലിയ സന്തോഷമായിരിക്കുമല്ലോ. അവർക്ക് എന്നല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എനിക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ സർപ്രൈസൊക്കെ തരിക എന്ന് പറഞ്ഞാൽ. കൊടുക്കാനും ഇഷ്ടമാണ്. അപ്പോൾ അതാ നമ്മൾ സാധനം വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ധൃതിയുണ്ട് കേട്ടോ. പെട്ടെന്ന് ഇത് അമ്മയ്ക്ക് പോയി കൊടുത്ത് അമ്മയുടെ ആ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളിത് ആ കാറിനെടുത്തെത്തിയിട്ടുണ്ട്. ഇനി ഒരു സ്ഥലത്തേക്കും കൂടെ പോകാനുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ടേ നമുക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഒരു റിങ്ങാണ്, നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ ഏതാ എടുത്തെന്ന് ഞാൻ കാണിച്ചു തന്നില്ല. കാണിച്ചു തരാം, ഇപ്പം കാണിച്ചു തരാം. ഹായ്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്തോ? നോക്കട്ടെ, ഇവിടെ അല്ലേ? തിരിച്ചാ? ഓക്കെ, ഇതാണ് ഫൈനലി നമ്മൾ സെലക്ട് ചെയ്ത റിംഗ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? എനിക്ക് ഇതിൻ്റെ ഡിസൈനൊക്കെ ഇഷ്ടമായിട്ടൊരു വെറൈറ്റി അല്ലേ? അതെ, നല്ല ഭംഗിയില്ലേ? അപ്പം ഈ നമുക്ക് കൊടുക്കുമ്പോൾ ഉള്ളത് കാണാം. ഇനി എങ്ങോട്ടാ? നമ്മൾ നേരെ അതെ ഇവിടെ പോയിട്ട് ഒരു വീട് വാങ്ങാനുണ്ട്. വീടില്ലാത്ത ഒരാൾക്ക് വീട് വാങ്ങിക്കൊടുക്കാനുണ്ട്. വീടുണ്ട്, പക്ഷെ ഒരു ചെറിയ വീടാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പാവം ലക്ഷ്മിക്കുട്ടി, ഞങ്ങളുടെ ലക്ഷ്മിക്കുട്ടിക്ക് ഒരു വീട് വാങ്ങാനുണ്ട്. വീട് വെച്ച് കൊടുക്കാനുള്ള അതെ, അതിനു വേണ്ടി പോവുകയാണ് ഞങ്ങൾ. എനിക്ക് ഭയങ്കര വിഷമം. ചെറിയ വീടാണ്. സൗകര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ലക്ഷ്മിക്കുട്ടിക്ക് ഒരു വീട് വാങ്ങാൻ പോവാണ് ഗൈസ്. അപ്പൊ നമുക്ക് അവിടുന്ന് കാണാം. ഞാനിവിടെ എത്തണ്ടേ? മറന്നുപോയി. ഐഡി എടുത്തു വെച്ചു. ഐഡി CID വന്ന് ഐഡി ചോദിച്ചു കഴിഞ്ഞാൽ അന്നപ്പോ നാനും തീർന്നു. ഇടയ്ക്ക് അങ്ങനെ ഞങ്ങളിതാ സൂക്കിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ മുമ്പും കുറേ വട്ടം വന്നിട്ടുണ്ട്. ബട്ട് ഇത്തവണ വന്നപ്പോൾ ഇതുവരെ വന്നപ്പോൾ കാണാത്തത് എന്തൊക്കെയോ ഇവിടെ ഉള്ളതുപോലെ തോന്നി. ബട്ട് ഇല്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല.
പിന്നെ ഇതാ ഇത് ഞാൻ നോട്ടോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന് ഞാൻ അശ്വിൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ ലക്ഷ്മിക്കുട്ടിക്ക് വീട് വാങ്ങാൻ വേണ്ടി പോവാണ്. ഞാനിവിടെ ലക്ഷ്മിക്കുട്ടി ആരാന്ന് ആർക്കും അറിയില്ലല്ലോ. വേണ്ട, ലക്ഷ്മിക്കുട്ടി ഒരു ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട്. ഇതോ ഇതാ അപ്പൊ വീട്ടിലുള്ളത് ഇതൊന്നല്ല, അതായിരിക്കും. ഇതോ 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 അത് മതിയാവില്ല. ഹായ് അശ, ലൈറ്റ് മീനെ നോക്ക്. വലിയ നല്ല രസമുണ്ട് കാണാൻ. 300? ഓ മൈ ഗോഡ്, അതിൻ്റെ കുട്ടിയാണോ ഇതൊക്കെ? അതൊക്കെ ഒരു പരന്ന മീന. ഇത് എന്താ? ഡിസ്കസോ? ഇപ്പോൾ വീട്ടിലുള്ളത് ഒരു അത്യാവശ്യം ചെറിയൊരു അക്വേറിയം ആണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒന്നാണ് പശി നോക്കുന്നത്, ഓടിച്ചാടി നടക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ. അങ്ങനെ ഒരു അക്വേറിയം സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അശി അവിടെ നിന്ന് വേറെ എന്തൊക്കെയോ നോക്കുന്നുണ്ട്, എക്സ്ട്രാ ഫിറ്റിങ്സിനായിട്ടേ. അങ്ങനെ അതും വാങ്ങിച്ച് നമ്മൾ തൽക്കാലം വാങ്ങിച്ച സാധനങ്ങൾ അവിടെ തന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാൻ വിചാരിച്ചു. കാരണം അക്വേറിയം നല്ല വലുപ്പം, അത്യാവശ്യം വലുപ്പമുള്ളതാണ്. അത് കയ്യിൽ പിടിച്ചിങ്ങനെ നടക്കുകയെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് അവിടെ തന്നെ വെച്ചിട്ട് ഞങ്ങൾ ചുമ്മാ സൂക്കിലൂടെ ഒക്കെ ഇങ്ങനെ സൂക്കിൻ്റെ ഇടനാഴികളിലൂടെ ഞങ്ങളിങ്ങനെ നടന്ന് നീങ്ങി. അങ്ങനെ നടന്ന് എവിടേക്കോ എത്തിപ്പോയി. അവസാനം ഞങ്ങൾ എന്തായാലും പുറത്തെത്തിയിട്ടോ, പുറത്ത് ചാടിക്കടന്നു. പുറത്തെത്തിയ സ്ഥിതിക്ക് ഞങ്ങൾ എന്തായാലും വിചാരിച്ചു നമ്മൾ നേരത്തെ ഐസ്ക്രീം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊന്ന് ട്രൈ ചെയ്തിട്ട് നമുക്ക് നേരത്തെ കണ്ട ഐസ്ക്രീം വാങ്ങിക്കാൻ പോവാം. എന്തായിരുന്നു പറയാ? എന്തെങ്കിലും പറയട്ടെ. ഞാൻ ഇതുവരെ വീഡിയോയിൽ കാണുമ്പോൾ ഒരു വട്ടം ട്രൈ ചെയ്യണമെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം എന്തെങ്കിലുണ്ടോ? സാധാ ഐസ്ക്രീമാണോ? നമ്മൾ രണ്ടുപേരും കഴിച്ചിട്ടല്ലോ. നമുക്കിന്ന് ട്രൈ ചെയ്യാം. ഇവിടെ തിരക്കാണ്. തിരക്ക് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാം. കുറേ ആൾക്കാരുണ്ട്. അവിടെ എന്തായാലും മര്യാദയ്ക്ക് അവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി. വാങ്ങിക്കുന്നോ? വാങ്ങിക്കുന്നോ? ഞാൻ വാങ്ങിക്കണോ? Thank you so much. Thank you, sir. For me it's okay, just one. Finish? Okay. Just one more. Thank you so much, madam. What is this? No. Hola. Someone say yes. No. എൻ്റെ പൊന്നോ, ഇത് വീഡിയോയിൽ കാണും പോലെ ഒന്നും അല്ല കേട്ടോ. ഞാൻ വിചാരിക്കും വീഡിയോയിൽ കാണുമ്പോൾ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്, അത് പിടിച്ചിങ്ങോട്ട് വാങ്ങിച്ചാൽ പോരെ എന്ന് വിചാരിക്കും. ബട്ട് മുന്നിൽ പോയി നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവുന്നത്. അതായത് ഇങ്ങനെ തെറിപ്പിച്ച് കളിക്കുമ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ ഡ്രസ്സിലാവുമോ എന്നുള്ള പേടിയോ. ഇങ്ങനെ അത്രയും അവർ ഭയങ്കര ബാലൻസിങ് ആണ് കേട്ടോ. അത്രയും എവിടെയും ടച്ച് ചെയ്യാതെ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് കഴിഞ്ഞു. കുറച്ചുകൂടെ കളിപ്പിക്കായിരുന്നു, ചുമ്മാ ഒരു രസമല്ലേ. അങ്ങനെ നമ്മൾ ശരിക്കും കിട്ടിയെന്ന് വിചാരിക്കും, പിന്നെ അതെൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുപോയി. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ലാസ്റ്റ് എനിക്ക് തന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി പോകുമ്പോൾ ഒന്നുകൂടി എനിക്ക് ട്രൈ ചെയ്യണം. എന്നിട്ട് ഇതുപോലെ നിൽക്കരുത്, മാക്സിമം പെട്ടെന്ന് പിടിച്ച് വാങ്ങി ഞാൻ തിരിച്ച് പറ്റിക്കുന്ന രീതിയിൽ പിടിച്ച് വാങ്ങി കൊണ്ടുപോകണം. നമുക്ക് നോക്കാം, ഇനിയും സമയമുണ്ടല്ലോ. എന്തായാലും ഫൈനലി എൻ്റെ കയ്യിൽ കിട്ടി സാധനം. അപ്പോൾ ഞാൻ ഇത് കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ബട്ട് ഇവിടെ ആണെങ്കിൽ ഒടുക്കത്തെ കാറ്റും ഞാൻ മുടി അഴിച്ചിട്ടത് കൊണ്ട് ഇത് പാറി എൻ്റെ മുടിയിലേക്കൊക്കെയാണ് ആവുന്നത്. പിന്നെ ഇത് എൻ്റെ കയ്യിലൊക്കെ ഒലിച്ചിറങ്ങുന്നുണ്ട്. അയ്യോ, എനിക്കാണെങ്കിൽ ഒരു കയ്യിൽ ഫോണും പിടിച്ച് വീഡിയോ എടുത്ത് ഇത് കഴിക്കാനും പറ്റുന്നില്ല, മുടിയും പറന്നു. ഭയങ്കര എന്താ പറയുക, മര്യാദയ്ക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ കുറച്ച് അശിക്കും കൊടുത്ത് പിന്നെ ഞങ്ങൾ പോയി അക്വേറിയൊക്കെ എടുത്തിട്ട് വന്നു. എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ കളകളാരവൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം തൊട്ട് ഞാൻ പാട്ട് വെക്കാൻ നോക്കിയപ്പോൾ കോപ്പിറൈറ്റ് അടിക്കുന്നു പറഞ്ഞിട്ട് ഓഫ് ചെയ്ത് ചെയ്യുക.
പുതിയ വീട്ടിലോട്ട് മാറ്റണം. ലക്ഷ്മിക്കുട്ടി ആരാന്നുള്ളതൊരു സസ്പെൻസിൽ തന്നെ ഇരുന്നുണ്ട്. പിന്നെ അക്കാര്യം ഇത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ വിചാരിക്കുക വേറെയാ. ഇതങ്ങനെ പ്രതീക്ഷിക്കില്ലല്ലോ. അക്വേറിയം വാങ്ങിച്ച കണ്ടു, ബട്ട് ഇത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ല. എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും. ശരിയാണെങ്കിൽ ഞാൻ ആണെന്ന് പറയും. ഇങ്ങനെ വീഡിയോ ഇല്ല, ഞാൻ കാണിക്കൂല. ലക്ഷ്മിക്കുട്ടീനെ കാണിച്ച സീന പിന്നെ 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 ഐസ്ക്രീം കഴിച്ചിട്ട് എൻ്റെ കയ്യിലൊക്കെ ആകെ വലിച്ചു പറ്റും. ഇതിലാണ് വെള്ളം ഇല്ലാന്ന് കഴിഞ്ഞാൽ കുറച്ച് വെള്ളമൊക്കെ വെച്ചൂടാ മനുഷ്യ. എന്നാലൊരു വണ്ടിയാകുമ്പോൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ കരുതണം. വണ്ടിയിൽ അത്യാവശ്യ സാധനമായ ടിഷ്യൂ പേപ്പർ, വെള്ളവും അത്യാവശ്യ സാധനമാണ്. പെട്ടെന്ന് ദാഹിച്ചാൽ എന്ത് ചെയ്യും? നമുക്കിനി എന്തായാലും വീട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ ഓക്കെ, തന്നോടാ ചോദിക്കുന്നത്. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. നമുക്ക് നോക്കാം എന്തായിരിക്കും റിയാക്ഷൻ. നിങ്ങൾ എക്സൈറ്റഡ് ആണോ? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ അശി ഫസ്റ്റ് പറഞ്ഞു അക്വേറിയം കൊണ്ട് വെച്ചിട്ട് വരാം, അല്ലാതെ രണ്ടും കൂടെ ഫോണും അതും കൂടെ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫസ്റ്റ് അത് കൊണ്ട് വെച്ചു. ഞാൻ എന്താ കൊണ്ട് കൊടുക്കാൻ പോവാണ്. അമ്മ അവിടെ ഇരുന്ന് TV കാണുവാണ് കേട്ടോ. അച്ഛൻ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഞാൻ പോയി അമ്മയ്ക്ക് കൊടുത്തു. കൊടുക്കുന്നവരെ ഒട്ടും ഡൗട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ സൂത്രത്തിൽ പോകുന്നതിന് മുമ്പ് മോതിരത്തിൻ്റെ അളവൊക്കെ ഒന്ന് നോക്കി വെച്ച്, എൻ്റെ റിങ്ങൊക്കെ വെച്ച്, പിന്നെ അശീൻ്റെ കയ്യിലൊക്കെ ഇട്ട് അങ്ങനെ സൂത്രത്തിൽ അതൊക്കെ കണ്ടുപിടിച്ച് പോയതാണ്. തീരെ ഡൗട്ടില്ലായിരുന്നു. പിന്നെ കിട്ടിയപ്പോഴും ഇത് അമ്മയ്ക്കാണ് നല്ലത്, ഞാൻ എനിക്ക് വാങ്ങിച്ചതാണെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ഞാനും അശിയും പറഞ്ഞു ഇത് എനിക്ക് അല്ല അമ്മയ്ക്കാണ് വാങ്ങിച്ചത്. അങ്ങനെ ഇട്ട് നോക്കാൻ പറഞ്ഞു. അത് അമ്മ പറയായിരുന്നു കള്ളത്തി ഒന്നും തീരെ ഇത് പിടി തന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഗൈസ് അമ്മ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡായി. അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. റിങ് ഇട്ട് നോക്കി കറക്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ അപ്പോഴേക്ക് റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.